Wish you all a very happy New Year 2026. ഈ വർഷം 2026 ആരംഭിക്കുമ്പോൾ ഇന്ന് ജനുവരി 1 എൻ്റെ മനസ്സിൽ വരുന്ന ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. ശരിയാണ്, നമ്മുടെ മുന്നിൽ കണ്ടൻറ്റ് തയ്യാറാക്കുന്നവർ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളതിൻ്റെ വെറും കാഴ്ചക്കാർ മാത്രമാവുന്നുള്ളൂ. അപ്പോൾ അവിടെ നമ്മുടേതായൊരു ഭാഗഭാഗിത്വം, നമ്മുടേതായൊരു ആക്ഷൻ വരുന്നില്ല. അപ്പോൾ അതിനായിട്ട് നിശ്ചിത സമയങ്ങൾ മാറ്റി വയ്ക്കണം. തീർച്ചയായിട്ടും മീഡിയ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള കണ്ടൻറ്റ് തരുന്നുണ്ട്. പഴയതിനേക്കാളൊക്കെ ആളുകൾക്ക് കുറച്ചുകൂടി വിജയകരമായ രീതിയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഈ മാധ്യമം വളരെ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ വാട്ട് യു നീഡ് അല്ലെങ്കിൽ വാട്ട് വി നീഡ് എന്നുള്ളത് നോക്കിയിട്ട് കാണാനുള്ള ഒരു തീരുമാനശേഷി നമ്മൾ എടുക്കണം. കൺമുൻപിൽ വരുന്നതെല്ലാം കണ്ടിരിക്കുന്ന ഒരു ശീലം എപ്പോഴും അത്രയ്ക്ക് നല്ലതല്ല. പിന്നെ ഇപ്പോഴത്തെ വിദ്യാർത്ഥി സമൂഹത്തിൽ കാണുന്ന ഒരു ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ തീരെ ഫോക്കസിങ് അല്ലെങ്കിൽ ഏകാഗ്രത ലഭിക്കുന്നില്ല. ക്ലാസ് ശ്രദ്ധിക്കാനോ പരീക്ഷ എഴുതുമ്പോഴോ പഠന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ സമയം ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നു. അത് കുട്ടികൾക്ക് തന്നെയല്ല മുതിർന്നവർക്കുണ്ട്. പക്ഷേ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും അധികം അത്യാവശ്യമായ ഒന്നാണ് ഏകാഗ്രതയും ഫോക്കസിങ്ങും. അപ്പോൾ ഇത് രണ്ടും നഷ്ടപ്പെടുത്തുന്നതിൽ ഈ തരം മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം ഒരു കാരണമാകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കൃത്രിമ ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒരുപക്ഷെ ഭാവിയിൽ ഏറ്റവും വിലമതിക്കുന്നതായ ഒന്ന് നല്ലപോലെ ഏകാഗ്രത ഉണ്ടായിരിക്കുക, ഉത്തരവാദിത്വ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാനാവുക, പരിപൂർണ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാനാകുന്ന വ്യക്തികളായിരിക്കും കൂടുതൽ മൂല്യമുള്ളവരും വിലമതിക്കപ്പെടുന്നവരുമാകുക. അപ്പോൾ അതിനായിട്ട് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഏകാഗ്രതയും ഫോക്കസിങ്ങും ശ്രദ്ധയും ഒക്കെ വളർത്താനാകുന്നത് എന്ന് നമുക്ക് യോജ്യമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടണം എല്ലാവരും. എങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിന് അതുകൊണ്ട് ഉപയോഗമുണ്ടാവുകയുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ടൈപ്പ് ചെയ്യുക, എഴുതുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഒത്തിരി ലാഗിങ് വരുന്ന, ഒരുപാട് സമയം വേണ്ടി വരുന്ന ഒരു കാര്യമായി തീരുകയാണ് എഴുതുന്നതും ടൈപ്പ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ. കാരണം നമുക്കിപ്പോൾ ഇതിനകത്ത് വോയിസും വീഡിയോ കോൾ ചെയ്യാനൊക്കെ പറ്റുന്നതുകൊണ്ട് മറ്റേത് കുറച്ചൊരു പഴയതും ബുദ്ധിമുട്ടേറിയതുമായ കാര്യമായി തീരുന്നു. മുൻപ് നമുക്ക് എഴുതുന്നത് വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമായി തീർന്നു. കാരണം അതിനേക്കാൾ കുറച്ച് കൂടി എളുപ്പമായ സംവിധാനം വന്നതോടുകൂടി. അപ്പം ഇതിനൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പരീക്ഷാ ഹോളിൽ നമുക്ക് എഴുതുക തന്നെ വേണം. പിന്നെ അല്ലാതെ മുതിർന്നവർക്കായാലും എഴുതേണ്ടതായ പല കാര്യങ്ങളും വരുന്നുണ്ട്. അവിടെയൊക്കെ ഈ മീഡിയയുടെ അമിതമായ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ അതിലെ നിരന്തരമായ കൈകാര്യം ചെയ്യലുകളുണ്ട് വേഗതയിൽ വരുന്ന ഒരു മാറ്റം, ഡിസിഷൻ എടുക്കുന്നതിൽ വരുന്ന മാറ്റം, പല കാര്യത്തിലും സ്ലോ ആകുന്നു, ചില കാര്യത്തിൽ വളരെ സ്പീഡാകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ഫോണിൽ ഇപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്കിലെ പോസ്റ്റുകൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോൾ വെറുതെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രീനിൻ്റെ എല്ലാ പ്രതലവും ഫങ്ഷനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈക്ക് ഇടാതെ തന്നെ പലപ്പോഴും ലൈക്ക് പോകുന്നു, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് പോകുന്നു, അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഇമോജികൾ സെലക്ട് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് അത് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മളത് അത്രയ്ക്കും സൂക്ഷിച്ചാണ് ഈ ഇത്തരം ഗാഡ്ജറ്റ്സ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മൾ മറ്റു കാര്യത്തിലും ഇതേ സ്ലോ നേച്ചർ വരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഒരുപാട് സ്ലോ ആകുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ മീഡിയയിൽ ഇപ്പോൾ ഒരു OTP ഒക്കെ ഇത്ര സെക്കൻഡാണല്ലോ ഉള്ളൂ. അപ്പോൾ നമ്മളത് വളരെ വേഗത്തിൽ ചെയ്ത് മറ്റ് കാര്യങ്ങളിൽ അത്രയും വേഗത കുഴപ്പമായി തീരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു ജീവിതക്രമം ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും മുന്നിലുള്ള ഒരു വെല്ലുവിളി. അതായത് മീഡിയ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രൊഫഷണൽ കാര്യങ്ങൾ, പഠന കാര്യങ്ങൾ, മറ്റ് അനുദിന ജീവിതത്തിലെ വ്യാപാരങ്ങൾ അതെല്ലാം
കൃത്യമായ രീതിയിൽ വിന്യസിക്കുകയും മാനേജ് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും അതിനെ സമഗ്രമായിട്ട് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സമയത്ത് ഒരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് മീഡിയ കണ്ടൻറ്റുകൾ കാണുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ, നമ്മുടെ കാര്യം നമ്മൾ മറന്നു പോകുന്നു. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, ചിന്തകൾ, തീരുമാനങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ മറക്കുന്നു. കാര്യം നമ്മളിപ്പോൾ സിനിമയാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകളും ടൈം പാസിനും നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കിട്ടുമോ എന്നൊക്കെ നോക്കി തന്നെയാണല്ലോ കാണുന്നത്. അങ്ങനെ കണ്ട് നമ്മൾ പല കണ്ടൻറ്റുകളോടൊപ്പം സഞ്ചരിച്ച് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയായി പോകുന്ന അവസ്ഥ. പല ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളെന്ന വ്യക്തിയേക്കാൾ അധികമായി നമ്മുടെ കണ്ടൻറ്റുകൾ നമ്മുടെ തലച്ചോറിനെ കവർന്നെടുക്കുക അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ആയിരിക്കും അനലൈസ് ചെയ്യുക. നമുക്ക് വളരെ വേണ്ടപ്പെട്ടതായ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർക്കാനോ വിശകലനം ചെയ്യാനോ ഉള്ള പ്രവണത നഷ്ടപ്പെടുന്നു. പിന്നെ നല്ല രീതിയിൽ ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്ക് കുറച്ച് ഓർമ്മ തിരിച്ചു കിട്ടും. അതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു കാര്യം, ഉറക്കം നഷ്ടപ്പെടുന്നത്. നിരന്തരമായ സ്ക്രീൻ ഉപയോഗത്തിലൂടെ ഉറക്കം കുറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോജിക്കൽ തിങ്കിങ്, റീസണിങ് പവർ ആൻഡ് കോർഡിനേഷൻ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളുണ്ട്, കോംപ്രിഹെൻസീവ്നെസ് ഒക്കെ, അതിനകത്തൊക്കെ വലിയ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഉറക്കം വേണ്ടത്ര കിട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഞാനതിനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഈ ന്യൂ ഇയറിലെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും കുറച്ച് നേരത്തെ കിടന്ന് അങ്ങനെ ആദ്യം 11 മണിയാക്കി, പിന്നെ 10:30 10 മണിയാക്കി, 9 മണി, 9:30 വരെ എത്തി. അങ്ങനെ നേരത്തെ കിടന്ന് കുറച്ചധികം ഉറങ്ങി നോക്കുന്നുണ്ട്. ഈ ഉറങ്ങാത്തപ്പോഴും ഉറങ്ങുമ്പോഴും ഉള്ള വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, നല്ലപോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല. നമ്മുടെ ചിന്തകളൊക്കെ വളരെ ക്ലിയറാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും ഡിസിഷൻ എടുക്കാനൊക്കെ വളരെ ഈസിയാണ്. നേരെ മറിച്ച് നമ്മൾ ഉറക്കം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര ലാഗിങ് ആണ്. നമ്മൾ സ്റ്റക്ക് ഓൺ ചെയ്ത പോലെ തോന്നും. അതായത് നമുക്ക് വ്യക്തമായൊരു ചിന്തയോ തീരുമാനമോ കിട്ടാത്ത പോലത്തെ ഒരു ഫോഗ് പോലെ ആയിപ്പോകുന്ന അവസ്ഥ. അപ്പോൾ ഉറക്കം മുൻപൊക്കെ ഉറങ്ങുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉറങ്ങുക കാര്യം 24 മണിക്കൂറും ഉണർന്നിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് ധാരാളം ഉള്ളപ്പോൾ ഉറങ്ങുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയൊരു ടാസ്ക്. പിന്നെ ഈ ഫോണിലെയും ലാപ്ടോപ്പിലെയും മറ്റ് ടാബിലെയും ഒക്കെ വെളിച്ചം നമ്മളുടെ കണ്ണിലേക്ക് നിരന്തരമായി പ്രവേശിക്കുന്നതിലൂടെ ഡേ നൈറ്റ് നമുക്ക് തിരിച്ചറിയാതെ നമുക്ക് ഉറക്കം കുറഞ്ഞു പോകുന്ന ഒരു വിശേഷതയുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഉറക്കം കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. ഉറക്കം വേണ്ടത്ര ആരോഗ്യകരമായ ഉറക്കം പാലിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ചലഞ്ചായിട്ട് ഞാൻ കാണുന്നത്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ കണ്ടൻറ്റിനോടൊപ്പം നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ കണ്ടൻറ്റുകൾ കണ്ട് നമ്മുടെ ആവശ്യം എന്താണ്, നമുക്കെന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളതിൽ നിന്ന് നമ്മൾ പലപ്പോഴും മാറിപ്പോകുന്നു. എന്ന് വെച്ചാൽ മനുഷ്യന് സ്വാഭാവികമായിട്ടും ഒരു അനലൈസ് ചെയ്യുന്ന സ്വഭാവം, പഠിക്കുന്ന സ്വഭാവം, പഠിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും, അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമുള്ളതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ കണ്ടൻറ്റുകളും നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും പഠിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ കാര്യത്തിന് പ്രയോറിറ്റി കുറയുന്നു. ഞാൻ പ്രൊഫഷണൽ മേഖലയിൽ പലപ്പോഴും ആളുകളെ നിരീക്ഷിക്കുമ്പോൾ കണ്ടുണ്ട്, ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. അത് സോഷ്യൽ മീഡിയ നോക്കിയിട്ടൊന്നുമല്ല, മറ്റാളുകളുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ഉപദേശിക്കണം, അവരെ തിരുത്തണം, അവരെ ഗൈഡ് ചെയ്യണമെന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലാതിരിക്കുക നമ്മൾ അതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ പോകുന്ന ഒരു ഡിഫക്റ്റാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല. അതൊരു സേവനമായിട്ടോ നന്മയായിട്ടോ പലരും കരുതും. പക്ഷെ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലാത്ത, നമ്മൾ ഉത്തരവാദിത്തപ്പെടാത്ത കാര്യത്തിൽ അത്തരത്തിലുള്ളൊരു ശ്രദ്ധ നമ്മൾ പുലർത്തുന്നത് നമുക്ക് തന്നെ ടൈം വേസ്റ്റും എനർജി വേസ്റ്റും ആവശ്യമില്ലാത്ത ഒരു ബുദ്ധിമുട്ടല്ല. നമ്മൾ പഠിക്കുന്നതിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യില്ലേ,
അത് നമ്മുടെ പരീക്ഷ പേപ്പറിലെ ചോദ്യം മാത്രമല്ല നമ്മൾ സോൾവ് ചെയ്യുള്ളൂ. അതുപോലെ നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സോൾവ് ചെയ്തത് ആരെങ്കിലും നമ്മുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ ചെയ്യണം. അല്ലാതെ നമ്മൾ കടന്നു കയറി ചെയ്യുന്നത് നമ്മൾ സിനിമാ സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന പോലെ അപരരിലേക്കുള്ള അനാവശ്യമായ ചൂഴ്ന്ന നോട്ടമോ ഒളിഞ്ഞ നോട്ടമോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തുള്ള ഒരു വിശകലനമായി തീരുകയാണ് ചെയ്യുക അവിടെ. പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോഴും എന്നെ അലട്ടുന്ന ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളും ഓൺലൈൻ പ്രോഡക്റ്റുകളും മനുഷ്യൻ്റെ ജീവിതത്തെ ഏറ്റവും എളുപ്പവും ആയാസകരവുമാക്കുന്ന ഒരുപാട് പ്രോഡക്ട്സുകൾ ലഭ്യമാകുമ്പോൾ നമ്മൾ കാണുന്ന കണ്ടന്റിനോടൊപ്പം അതിൻ്റെ ലിങ്കുകൾ കൂടി ലഭിക്കുമ്പോൾ നമ്മൾ ഒരു പെട്ടെന്നുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഡിസിഷനോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിൽ നമ്മളതൊക്കെ ഓർഡർ ചെയ്യും. അങ്ങനെ പിന്നീട് നോക്കുമ്പോൾ നമുക്കത് ആവശ്യമില്ലാത്തതായിരിക്കും. നമ്മൾ ആ കണ്ടൻറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നും കൊള്ളാമല്ലോ, ഇത് നമുക്ക് വാങ്ങാം, നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിയില്ലെങ്കിൽ നമ്മുടെ വീടുകളൊക്കെ ഒരു കൊച്ചു സൂപ്പർ മാർക്കറ്റ് പോലെ ആയിത്തീരും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇനി 2 കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കൂടുതലും ഇങ്ങനെ മീഡിയ ഇൻഫ്ലുവൻസ്ഡായി തീരുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ്, നമ്മുടെ തീരുമാനങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു, അതിന് പ്രാധാന്യം കൊടുക്കാതെ പോകുന്നു. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ. രണ്ടാമത്തതാണ് ചുറ്റുപാടുകളെ നോക്കി ജീവിക്കാൻ ശ്രമിക്കുക. ചുറ്റുപാടുള്ളവരുടെ സംസാരവും ചിന്താഗതിയും പ്രവർത്തനങ്ങളും വിശകലനവും ഒക്കെ നോക്കിയിട്ട് നമ്മളെ മാറ്റുന്നു. നമ്മൾ മാറ്റണം. പക്ഷെ ആവശ്യമില്ലാതെ ആളുകൾ നേരം പോക്കിനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളും ചിന്താഗതിയൊക്കെ വെച്ചിട്ട് നമ്മൾക്കോട് പല ഉപദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കും. പക്ഷെ നമുക്ക് കൃത്യമായൊരു തീരുമാനവും ചിന്താഗതിയും കാഴ്ചപ്പാടും ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ശില്പം ഉണ്ടാക്കുമ്പോൾ അയാൾക്ക് ആദ്യം മനസ്സിലൊരു ഐഡിയ വേണം, അതിനനുസരിച്ച് വേണം ആ ശില്പത്തെ കൊത്തിമിനുക്കി അത് അവസാനം ആ ഫോമിലേക്ക് എത്തിക്കാം. ശില്പിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ അത് ഏതവസ്ഥയിലായി തീരും. ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കുറിച്ച് കൃത്യമായൊരു പ്ലാനും ചിന്തയും ഇല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടുകൾക്കനുസരിച്ചും ആളുകളുടെ സംസാരത്തിനും പറച്ചിലുകൾക്കും അനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ക്യാൻവാസിലെ ചിത്രത്തിൻ്റെ ആകൃതി എന്തായിരിക്കും, അതിൻ്റെ പെർഫെക്ഷൻ എന്തായിരിക്കും, അതിൻ്റെ മനോഹാരിത എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. മറ്റുള്ളവരെ മനസ്സിലാക്കാനും പഠിക്കാനും ഒരുപാട് മാധ്യമങ്ങളുണ്ട്, കൃത്രിമ ബുദ്ധിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ നമ്മളെ പഠിക്കാനും മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ കുറച്ച് നോയ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളും ലോകവും കൂടി ചുറ്റിപ്പണഞ്ഞ് അങ്ങനെ മിക്സായി കിടക്കുമ്പോൾ നമ്മളെ വേർതിരിച്ചെടുത്ത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ കർമ്മ മേഖല, അതെല്ലാം സാധൂകരിക്കാനുള്ള ശ്രമമായിരിക്കണം. ആളുകൾ ഈ കാലഘട്ടത്തിൽ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അതിലുപരിയായിട്ട് നമ്മുടെ കർമ്മമായിരിക്കണം മുഖ്യമായിട്ട് കാണുന്നത്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ സഞ്ചാരം എന്നുള്ളത് ആളുകൾ വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നത് കാര്യം നല്ലത് തന്നെ. പക്ഷെ പണ്ട് കാലം മുതൽ കച്ചവട ആവശ്യത്തിനാണ് ആളുകൾ യാത്ര ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പം വെറുതെ കച്ചവടത്തിനോ അല്ലെങ്കിൽ ബിസിനസ്സിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ദൗത്യത്തിനല്ലാതെ വെറുതെ കാണാനായിട്ട്, വെറുതെ സ്ഥലങ്ങൾ മനുഷ്യരെ കാണാനായിട്ട് ആളുകൾ പോകുന്നത്, നമുക്കതിനുള്ള പണവും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, സമയമൊക്കെ ഉണ്ടെങ്കിൽ പോകാം. പക്ഷേ ഇല്ലാത്ത പണമുണ്ടാക്കി, ഇല്ലാത്ത സമയമുണ്ടാക്കി മറ്റ് കാര്യങ്ങൾ മാറ്റിവെച്ച് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് വലിയ കുറ്റബോധത്തിന്, റിഗ്രറ്റിന് കാരണമാകുന്നതാണ് പലരുടെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ മറ്റാളുകൾ സഞ്ചരിച്ച ദൃശ്യങ്ങളും അനുഭവങ്ങളൊക്കെ കാണുന്ന അത് തന്നെ ചില കാര്യങ്ങളൊക്കെ അതൊക്കെ ധാരാളം മതിയെന്ന് എനിക്ക് തോന്നാം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ
ആലപ്പുഴ ഹൗസ് ബോട്ടിൽ ടൂർ പോയിട്ടുണ്ട്. അപ്പം അത് ഫുള്ള് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ നോക്കി. അപ്പോൾ ഒരു 10:30-11 മണിക്ക് നല്ല വെയിലുള്ള സമയത്ത് ക്യാമറയിലേക്ക് നോക്കി നോക്കുമ്പോൾ ക്യാമറയിൽ ഒരു ഇരുട്ട് പോലെ തോന്നും. നമ്മൾ പിന്നീട് അതിൻ്റെ വിഷ്വൽ ഗാലറിയിൽ എടുത്ത് നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. പക്ഷെ അവിടെ കായലിൻ്റെ മുകളിൽ ഹൗസ് ബോട്ടിലിരുന്ന് നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഇരുട്ട് പോലെയും വെയിൽ നമ്മുടെ കണ്ണിൽ അടിച്ചു കയറിയും പിന്നെ കടുത്ത ഉഷ്ണത്താൽ വിയർത്ത് ഇങ്ങനെ തലവേദനിക്കുകയും വിഷമിക്കുകയും ഒരു യാത്രയുടെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അപ്പോൾ അതിൽ എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതി, അല്ലെങ്കിൽ സ്വസ്ഥമായ എവിടെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്തയിലേക്കാകും നമ്മൾ. എന്നിട്ട് നമ്മൾ വന്ന് ഈ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതിനേക്കാളും മനോഹരമായിട്ട് വിഷ്വലിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഹൗസ് ബോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പാസിംഗ് ആയിട്ടൊരു ദൃശ്യം കാണുന്നു. അത് അത്രയ്ക്കാണ്ട് സൂം ചെയ്യാൻ നമ്മുടെ കണ്ണിന് പറ്റിയെന്നിരിക്കില്ല. കാരണം ബോട്ട് തിരിയുന്നതനുസരിച്ച് പെട്ടെന്ന് ആ ദൃശ്യം നീങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷേ വീഡിയോയുടെ ഗുണമെന്ന് വെച്ചാൽ പിന്നീട് അത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സാവധാനം നമ്മുടേതായ സമയമെടുത്ത് കാണാനൊക്കെ സാധിക്കുന്നു. അപ്പം ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ പോലും മറ്റുള്ളവർ എടുത്ത വീഡിയോകളിലൂടെ കുറച്ചുകൂടി നന്നായിട്ട്, നല്ല വീഡിയോസ് ആണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഏത് രാജ്യത്താണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമ്മളെന്ന വ്യക്തിക്ക് വലിയ മാറ്റം വരുന്നില്ല. കാരണം നമ്മളുടെ ബോധ്യങ്ങളും ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെയാണല്ലോ നമ്മളെന്ന വ്യക്തിയെ തീരുമാനിക്കുന്നത്. അത് നമ്മൾ സ്ഥലം മാറിയതുകൊണ്ട് മാറ്റം വരില്ല. അപ്പോൾ മാറ്റം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ചിന്താഗതി, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ പഠനങ്ങൾ, തീരുമാനങ്ങൾ, വിലയിരുത്തലുകൾ, അതിലൊക്കെ വരുന്ന മാറ്റം. ഒരു പുതിയ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ പൊതുവെ നമുക്ക് ലോകത്ത് ഒരുപാട് ഗാഡ്ജറ്റ്സും ഒരുപാട് അപ്ലയൻസുകളും അതിനുവേണ്ടി ലഭ്യമാണ്. ഏത് പ്രവൃത്തികളെ കുറച്ചുകൂടി ലഘൂകരിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പേപ്പറിൽ എഴുതാൻ മടി, അപ്പോൾ നമ്മൾ ഒരു പുതിയ ടാബ് വാങ്ങുന്നു അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ മടി മാറിയില്ലെങ്കിൽ ഈ ഉപകരണം വാങ്ങിയതുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഇതുപോലെ അനേകം ഉദാഹരണങ്ങളുണ്ട്. ഇന്നാണെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ജീവിതത്തെ വളരെ എളുപ്പമാക്കാനും സുഗമമാക്കാനുമുള്ള ഒരുപാട് ഗാഡ്ജറ്റ്സ് വളരെ വിലക്കുറവിൽ തന്നെ ലഭ്യമാണ്. പക്ഷേ അതൊക്കെ ഉപയോഗിച്ചാലും നമ്മുടെ മൈൻഡിൽ നിന്നുള്ള ഒരു ഡിസിഷൻ, അതിനാണ് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിന് വിഘാതമാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പലതരം ചിന്താഗതികളിലും പല ശീലങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ്, അതിൽ നിന്ന് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് എന്തെങ്കിലും വലുതായ പുഷിങ്ങോ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റിനുള്ള വിഭവങ്ങൾ മീഡിയകളിലൂടെ ലഭ്യമാകുമ്പോൾ നമ്മളതൊക്കെ അങ്ങനെ ആസ്വദിച്ചിരുന്ന് കണ്ടും കേട്ടും നമുക്ക് ടൈം പാസിങ്ങിന് ഒരുപാട് കാര്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടിരുന്ന് നമ്മൾ എടുക്കേണ്ടതായ പല തീരുമാനങ്ങളും എടുക്കാതെ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ പല പ്രവർത്തികളും മാറ്റി വയ്ക്കുന്നു. അപ്പം അങ്ങനെ മാറ്റി വയ്ക്കുന്ന അതൊരു ശീലമാകുന്നു. ശീലമായിട്ട് നമ്മൾ ആ കാര്യം ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിലേക്ക് ആയിത്തീരുന്നു. അപ്പോൾ ഒരു ചിട്ടയായ ജീവിതശൈലി, ഒരു കൃത്യമായ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അത് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ ഇനി വരുന്ന ഈ 2026 നമ്മൾ ആരംഭിക്കുമ്പോൾ നമുക്ക് മാറ്റമുണ്ടാക്കാനും വിജയമുണ്ടാക്കാനും കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം 2 ദിവസം പിന്നെ അത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ശീലമായി തീരുക ചെയ്യുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി തീരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ തീരുമാനങ്ങളിൽ വരുന്ന മാറ്റം, നമ്മുടെ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു മനസ്സ്, ആ തീരുമാനം എടുക്കുന്ന ഒരു ശേഷി അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ, അതിലേക്ക് നമ്മൾ കടന്നുപോയാൽ മാത്രമേ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എന്തൊക്കെ എളുപ്പവഴികൾ, ഗാഡ്ജറ്റ്സോ ഉപകരണങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടും ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കാത്തത്, നമ്മൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യില്ല. അപ്പോൾ തീരുമാനങ്ങളിലും ശീലങ്ങളിലും മാറ്റം വരുത്തേണ്ട ഒരു വർഷമാണ് 2020. ഇനിയിപ്പോൾ എന്താ പറയുക,
എല്ലാവർക്കും വൺസ് അഗെയിൻ വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. പുതിയ പുതിയ തീരുമാനങ്ങളും സ്വപ്നങ്ങളും ഒക്കെയായിട്ട് കാഴ്ചപ്പാടുകളൊക്കെ ആയിട്ട് എല്ലാവർക്കും വിജയകരമായിട്ട് പുരോഗമനപരമായിട്ട് മുന്നേറാൻ ഇടയാകട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ലോകത്ത് ഓരോ വർഷവും ഒരുപാട് പുതിയ മാറ്റങ്ങൾ വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത രീതിയിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ഇടയിൽ ഉണ്ടായ വലിയ മാറ്റമായിരുന്നു വെള്ളപ്പൊക്കവും കൊറോണയുടെ വരവൊക്കെ. ഇനി അടുത്ത എന്താണെന്ന് അറിയില്ല. ഗ്ലോബൽ വാർമിങ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ 365 ദിവസവും കടുത്ത ചൂട് തന്നെയാണ്. ഈ വർഷം ഡിസംബറിൽ കുറച്ച് തണുപ്പ് അനുഭവപ്പെട്ടു. അല്ലെങ്കിൽ അതും പകൽ സമയത്ത് ഒരു മാർച്ചിലെ ചൂടൊക്കെ പോലെ തന്നെയാണ്. ഈ ഗ്ലോബൽ വാർമിങ് നമ്മുടെ ജീവിതത്തെ, ലോകത്തെ എങ്ങനെ മാറ്റുമെന്ന് അറിയില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇനി അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപാണ്ടോ യൂട്യൂബിലൂടെ ഇങ്ങനെ വീഡിയോ ഇട്ടത്. എനിക്ക് എല്ലാ വർഷവും ഭയങ്കര മടിയാണ്. ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ പ്രൊഫഷണൽ മേഖലയിൽ ഒരുപാട് തവണ അല്ലെങ്കിൽ ഒരുപാട് അധികമായിട്ട് ക്യാമറ ഉപയോഗിക്കുന്ന ആളാണ്. ക്യാമറയിലെ ദൃശ്യങ്ങൾ നന്നായിട്ട് കിട്ടാനായിട്ട് എത്ര കഷ്ടപ്പെടാനും എനിക്ക് തയ്യാറാണ് ഞാൻ. അതിൽ ഒരു ഇംപെർഫെക്ഷൻ പോലും ഞാൻ സഹിക്കില്ല. അത്രയ്ക്കും ഞാനത് നല്ലതാക്കാൻ ശ്രമിക്കും. അതെനിക്കൊരു മടിയില്ല. എപ്പോഴത്തെ ഏത് സദസ്സിലും വീഡിയോ ക്യാപ്ചർ അല്ലെങ്കിൽ ഫോട്ടോ ക്യാമറ കൈകാര്യം ചെയ്യുന്ന എനിക്കൊരു പ്രശ്നമേ ഇല്ല. പക്ഷേ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ക്യാമറ ഇങ്ങനെ സ്റ്റില്ലായിട്ടൊക്കെ വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എനിക്ക് സംസാരിക്കാനോ പറയാനുള്ള ആശയങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ ക്യാമറയെ നോക്കി പറയുന്നത് എനിക്ക് അത്രയ്ക്കൊരു കംഫർട്ടബിളായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ മുടങ്ങാണ് ഇങ്ങനെ എന്തെങ്കിലും മെസ്സേജ് ഇടുന്ന കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വർഷം ഒരു ന്യൂ ഇയർ മെസ്സേജ് എനിക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്നെ സ്നേഹിക്കാത്തവർക്കും തുടങ്ങി ഈ ലോകത്തുള്ള എല്ലാവർക്കും ഈ 2026 പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.